പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും കാസർഗോഡ് പനത്തടിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച സ്കൂൾ ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ മാർച്ചിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാത്തത് മൂലം ഇതുവരെയും പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതാണ് പ്രതിസന്ധി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിത പഞ്ചായത്തായ പനത്തടിയിൽ വർഷങ്ങൾക്ക് മുൻപാണ് സ്കൂളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നബാർഡിൽ നിന്ന് 1,45,00,000 രൂപ ചെലവഴിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം. 2018 നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂളിന്റെ ഉദ്ഘാടനം 2023 പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. 2024 മാർച്ചിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വീണ്ടും ഉദ്ഘാടനം നടത്തി. പക്ഷേ കെട്ടിടം ഇതുവരെയും വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി ആർ ബിന്ദു ഇത് ഉദ്ഘാടനം ചെയ്യും, വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യും. അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇത് ഫുൾ ഫ്ലഡ്ജായി നല്ല രീതിയിൽ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ സ്ഥാപനമാണ്. പക്ഷേ ഇതുവരെ ഇവിടെ അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ നടക്കുകയോ ആവശ്യമായ സ്റ്റാഫുകളെ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 30 കുട്ടികളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 2 അധ്യാപകരെയും നിയമിച്ചു. പക്ഷേ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന് ഇപ്പോഴും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. പഞ്ചായത്തിലിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ വേണം ഈ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് കൊടുക്കാൻ. പക്ഷേ നിർഭാഗ്യവശാൽ പഞ്ചായത്ത് പ്രസിഡന്റോ ബാക്കി ബന്ധപ്പെട്ട അധികാരികളോ ഇത്രയും നാൾ ട്രൈ ചെയ്തിട്ടും വേണ്ട കാര്യങ്ങളൊന്നും അവർ വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഞ്ചിനീയർ ഇതിന് ഫിറ്റ്നസ് കൊടുക്കുന്നില്ല. കിലോമീറ്ററുകൾ താണ്ടി മറ്റ് സ്കൂളുകളെയാണ് പനത്തടി പഞ്ചായത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർ നിലവിൽ ആശ്രയിക്കുന്നത്. യാത്രാദൂരവും ചെലവും കാരണം ഭൂരിഭാഗം കുട്ടികളും വീട്ടിലൊതുങ്ങി. പണി തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷെ ഇതുവരെ അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഇത് തുടങ്ങിയിട്ടില്ല. രാവിലെ പിള്ളേരെ റോട്ടിൽ കൊണ്ട് നിർത്തുക, പിന്നെ കുറേ നേരം വണ്ടി കാത്ത് നിൽക്കുക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് നിയമിച്ച അധ്യാപകർക്ക് ശമ്പളം ലഭിച്ചിട്ട് 3 മാസം പിന്നിട്ടു. ഇതോടെ അധ്യാപകരും ദുരിതത്തിലായി. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്ക് വേണ്ടി പനത്തടിയിൽ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങളായി. എന്നിട്ടും കിലോമീറ്ററുകൾ താണ്ടി മറ്റ് കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾക്ക് പോകേണ്ടി വരുന്നത് ആരുടെ പിടിപ്പുകേടാണ്? പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.